നമസ്കാരം. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണമുന്നയിച്ച PV അൻവർ MLA തള്ളി പറഞ്ഞിരിക്കുകയാണ് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവറിൻ്റേത് ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അൻവർ വന്നത് കോൺഗ്രസിൽ നിന്നാണ് എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് അൻവറിന്റെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണമുണ്ടായത്. ADGP MR അജിത് കുമാറിനെ നിലവിൽ മാറ്റില്ല എന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിട്ടുണ്ട്. പി ശശിക്കും ADGPക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവറിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്തതാണ് MLA ചെയ്തിരിക്കുന്നത്. പരാതി പറയേണ്ടിയിരുന്നത് മാധ്യമങ്ങളോടായിരുന്നില്ല എന്നും പാർട്ടിയെയാണ് അൻവർ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടിയിരുന്നത് എന്നും പറഞ്ഞു. അൻവർ ഇടത് പാരമ്പര്യമുള്ള ആളല്ല, കോൺഗ്രസിൽ നിന്നും വന്നയാളാണ്. മുഖ്യമന്ത്രി ഇടത് MLAയുടെ ആരോപണങ്ങളെ തീർത്തും തള്ളുകയായിരുന്നു ഈ വാചകത്തിലൂടെ. പി ശശിക്കെതിരെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അൻവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സാധാരണ നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലാണ് താൻ ഇക്കാര്യം പറയുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIMന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അൻവർ. അതുകൊണ്ടാണ് ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. പാർട്ടിയാണ് നിയോഗിച്ചത് എന്ന് അൻവർ തന്നെ പറയുന്നു. അൻവറിന് അങ്ങനെയൊരു പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു. അതിനുശേഷം മാത്രം പരസ്യ നിലപാടുകളിലേക്ക് പോകണമായിരുന്നു. അതിനു പകരം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അൻവർ നടത്തിയതിനോടൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നതല്ല. പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണ്. പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായി ഒന്നും ഇവിടെ നടക്കില്ല. നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ പി ശശി എന്നല്ല ആരും തന്നെ ആ സീറ്റിൽ കാണില്ല. ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടിയില്ല. അന്വേഷണ റിപ്പോർട്ടിൽ തെറ്റു കണ്ടാൽ ആരും സംരക്ഷിക്കപ്പെടില്ല എന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. PV അൻവർ MLA നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ADGP MR അജിത് കുമാറിനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിയമപ്രകാരമല്ലാത്ത ഒരു കാര്യങ്ങളും ശശി ചെയ്യില്ല. എന്നെ വഴിവിട്ട് സഹായിക്കാൻ അജിത് കുമാറിനല്ല ആർക്കും കഴിയില്ല. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളല്ല ഞാൻ എന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനനുസരിച്ചായിരിക്കും തീരുമാനം. ആരോപണങ്ങളുടെ പേരിൽ ആരെയും മാറ്റാനാവില്ല. നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആരോപണ വിധേയൻ ആര് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനം. ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും നടപടി. പൂരം അലങ്കോലമാക്കിയ വിഷയത്തിൽ തെറ്റായ വിവരം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ DYSP MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തത്. ADGP അജിത് കുമാറിനാണ് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല. അതേസമയം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം 5 മാസമായിട്ടും പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാത്തതിനെപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല.